ബംഗാളിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കൊൽക്കത്ത ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നിയമപരിരക്ഷ ആവശ്യപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിയിലാണ് നടപടി. ഈ മാസം 18-ന് സത്യവാങ്മൂലം സമർപ്പിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചു. ഗുരുതര വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് ജനുവരി 22-ന് പരിഗണിക്കും. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഏതായാലും ബംഗാൾ സർക്കാരിനും പോലീസിനും ഒരു തിരിച്ചടിയാകുന്നുണ്ടോ ഈ നടപടി? ഗോകുൽ, തീർച്ചയായിട്ടും. കാരണം ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിന് പിന്നാലെയായിരുന്നു ഷാജഹാൻ ഷേഖ് ഒളിവിൽ പോയത്. ഈ ഷാജഹാൻ ഷേഖിന്റെ കുടുംബം നൽകിയ പരാതിയിലായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സ്ത്രീകളോട് അപമര്യാദയെ പെരുമാറി, ഒപ്പം വീടിനുള്ളിൽ മോഷണം നടത്തി എന്നുള്ള പരാതിയാണ് വീട്ടുകാർ നൽകിയത്. ഇതിൽ ഗുരുതര വകുപ്പുകൾ ചേർത്തായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിലാണ് ഒരു നിയമപരിരക്ഷ തേടി ഇ ഡി കൊൽക്കത്ത ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇവിടെ ഇ ഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ കേസ് ഇപ്പോൾ നിലവിൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ജനുവരി 18-ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സത്യവാങ്മൂലം സമർപ്പിക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസ് 22-ന് പരിഗണിക്കും. അന്ന് പോലീസിന്റെ സത്യവാങ്മൂലം ഉൾപ്പെടെയുള്ളത് പരിശോധിച്ച ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. എന്തായാലും ഇ ഡി കോടതിയെ അറിയിച്ചത് പോലീസ് അന്ന് പരിശോധിച്ചെത്തിയ ഉദ്യോഗസ്ഥരുടെ പേരുകൾ നിരന്തരം ഇ ഡി ഓഫീസിൽ തേടിയിരുന്നു എന്നായിരുന്നു. ഒപ്പം എഫ്ഐആറിന്റെ പകർപ്പും ഇവർ ആവശ്യപ്പെട്ടെങ്കിലും ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യവും ഇ ഡി ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഇ ഡിക്ക് അനുകൂലമായ ഒരു നടപടിയാണ് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഗോകുൽ, ശരി, ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്ത ബംഗാൾ പോലീസിന്റെ നടപടിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത് കൊൽക്കത്ത ഹൈക്കോടതി. ഏതായാലും മമതാ സർക്കാരിനും ബംഗാൾ പോലീസിനും തിരിച്ചടിയാകുന്ന ഒരു തീരുമാനവും തന്നെയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അച്യുതനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.